ഹലോ അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു തട്ടട സ്റ്റൈൽ ബോട്ടി ഫ്രൈ ആണ്. അതിനുവേണ്ടി 2 കിലോ ബോട്ടി നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച ബോട്ടിയിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം ചേർക്കുന്നില്ല. പിന്നെ ഒരു 6-7 വിസിൽ മതി ഇത് വേവുന്നത് വരാൻ. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ജാറെടുത്ത് 2 തോടം വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളകും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ ബോട്ടിയുടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനൊരു ചിരവം വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. ഞാൻ എല്ലാത്തിൻ്റെ അളവും ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. പെരിഞ്ചീരകം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ ചതച്ച് വെച്ച നമ്മൾ ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 3 വലിയ സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അത് ചേർത്ത് കൊടുക്കാം. ഈ സവാളയിൽ നിന്ന് വഴറ്റി വരാൻ കുറച്ച് ഉപ്പും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. നന്നായി ഉള്ളി വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ മീറ്റ് മസാലയും കൂടിയാണ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത്. ബാക്കി 2 മസാലയും നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സാക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബോട്ടി ഇട്ട് കൊടുക്കാം. ഇതിനെ നന്നായി ഇളക്കി കൊടുക്കാം. ഇത് നമുക്കൊരു 10 മിനിറ്റ് അടച്ച് വെക്കാം. 10 മിനിറ്റിന് ശേഷം ഇത് നന്നായി അതിൽ മസാലയെല്ലാം പിടിച്ചു. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കുരുമുളക് പൊടിയും നമ്മൾ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇത് നന്നായി ഇളക്കാം. പിന്നെ ഈ ടൈം ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ ബോട്ടി ഫ്രൈ ഇവിടെ റെഡി ആയി. നമുക്കിത് തട്ടട സ്റ്റൈലിലേക്ക് മാറ്റാം. അതിനുവേണ്ടി ചീനച്ചട്ടിയിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ചതച്ച് ചേർക്കുക. അതിലേക്ക് കറിവേപ്പിലയും പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ബോട്ടിയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമ്മളെ രുചികരമായ ബോട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ ദ വാച്ചിങ്.